സന്തോഷം. ആഹാ, ഇന്ന് അംഗനവാടി വിട്ടിട്ട് അപ്പു പാർക്കിൽ പോവാണോ? അതെ ടീച്ചറെ, ഞങ്ങൾ അംഗനവാടി വിട്ടിട്ട് അച്ഛന് കാർ കൊണ്ട് വന്നിട്ട് ഞങ്ങൾ പാർക്കിലേക്ക് പോവാലോ. ആ ശരി ശരി. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാട്ട് പാടുകയും ചെയ്തു, പിന്നെ ടീച്ചർ കുറെ കാര്യങ്ങൾ പറഞ്ഞുതരും ചെയ്തു. എന്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞേ? 1 മുതൽ 15 വരെയുള്ള നമ്പേഴ്സ് ഇംഗ്ലീഷിൽ പഠിപ്പിച്ചെന്നോ? ആഹാ, ഗുഡ് ബോയ്. അപ്പൊ അപ്പുവിന് 15 വരെയുള്ള നമ്പേഴ്സ് ഒക്കെ കാണാതെ അറിയോ? ആ അറിയാലോ ടീച്ചർ. എന്നാ ഒന്ന് പറഞ്ഞേ. 1 2 3 4 5 6 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. ആഹാ, അപ്പൊ 7 ഒന്നുമില്ലേ? 7 പറയാൻ മറന്നുപോയല്ലോ. അതിങ്ങനെ വേഗം പറയുമ്പോ മറക്കാണ്. അപ്പൊ ആക്കം പോലെ പറഞ്ഞാ മതി. ടീച്ചർ, എനിക്ക് ഇത്രയുള്ള അറിയ, ബാക്കി മറന്നുപോയി. അത് കുഴപ്പമില്ല അപ്പുക്കുട്ട, ഇന്ന് പോയിട്ടും പഠിച്ചിട്ടാ. അബുവിനറിയാ? എനിക്കും കുറച്ചോളം അറിയാം ടീച്ചറെ. എന്നറിയണവരെന്ന് പറഞ്ഞേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 25 28 30. ആഹാ, ഇതിപ്പോ വേറെ 13 ആയല്ലോ. വിഷ്ണുവിനറിയാ? എനിക്കറിയാം ടീച്ചർ. എന്നൊന്ന് പറഞ്ഞേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 28 29 30 31 32 34 35 36 38 39 39 40 41 42 43 44 45 46 47 48 49 50. ഗുഡ് ബോയ്. എല്ലാരും വിഷ്ണുക്കുട്ടനൊരു ക്ലാപ്പ് കൊടുത്തേ. ഓക്കെ, സിറ്റ്. ടീച്ചറെ, വിഷ്ണുക്കുട്ടനൊരു പാട്ട് പാടിത്തരുമോ? ആ, അതിനെന്താ, ഞാൻ പാടിത്തരാലോ. 2 വരെയുള്ളൂ കേട്ടോ പാടുക. ആ, അത് മതി. അമ്പിളി അമ്മാവ മാനത്തങ്ങനെ നിപ്പാണോ, താഴോട്ട് വന്നാലോ ഞങ്ങൾക്കും വിളിച്ചോറ് തരാം. അമ്പിളി അമ്മാവ മാനത്തങ്ങനെ നിപ്പാണോ, താഴോട്ട് വന്നാലോ ഞങ്ങൾക്കും വിളിച്ചോറ് തരാം. ഇത് ഞങ്ങൾക്കൊക്കെ അറിയാം ടീച്ചറെ. ഞങ്ങളമ്മ ചോറ് വാരി തരുമ്പോ ഇത് പാടലുണ്ടല്ലോ. ആഹാ, എന്ന് നിങ്ങളൊന്ന് പാടിക്കേ. അമ്പിളി ആഹാ, നിങ്ങൾക്ക് നല്ലോണം പാടാൻ വയ്ക്കുമല്ലോ. ഗുഡ് ബോയ്സ്. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് ആൽഫബറ്റ്സ് ആണ്. അപ്പോ ആർക്കൊക്കെ A to Z വരെ അറിയും? എനിക്കറിയാം ടീച്ചർ. എന്നാ ഒന്ന് പറഞ്ഞേ അപ്പു. A B C D E F G H I J K L M N P Q R S T U V W X Y Z. ഓക്കെ, ഗുഡ് ബോയ്. നിങ്ങൾക്ക് രണ്ടാക്കും അറിയാം? എനിക്ക് കുറച്ചുള്ള അറിയാം. എനിക്കും കുറച്ചുള്ള അറിയാം. ആഹാ, എന്നാ നിങ്ങൾ രണ്ടുപേരും നാളെ പഠിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. ശരി ടീച്ചർ. എന്നാ നമുക്ക് ക്ലാസ് തുടങ്ങാം. അപ്പൊ ആദ്യം ടീച്ചർ ആൽഫബറ്റ്സ് പറഞ്ഞുതരാൻ ഞാൻ ഇവിടെ എഴുതിയത് കാണിച്ചു തരാം. അപ്പൊ മക്കളെ, ഇതാ ഞാനൊരു ചാപ്റ്ററിൽ റെയിൻബോ തീമിൽ എഴുതിയത്. A to Z വരെയുള്ള ഉണ്ട്. അപ്പൊ ടീച്ചർ പറഞ്ഞുതരാം. A B C D E F G H I J K L M N O P Q R S T U V W X Y Z. അപ്പൊ ഇതിൽ എത്ര ആൽഫബറ്റ്സ് ഉണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ടീച്ചർ, 26. ഗുഡ് ബോയ്. അപ്പൊ നല്ല പഠിക്കുന്ന കുട്ടിയാണല്ലോ. അപ്പൊ നമുക്ക് ഇനി A വെച്ചിട്ട് എന്തൊക്കെയാന്നുള്ളത് കാണാം. അപ്പൊ നോക്കിക്കേ, A വെച്ചിട്ട് എന്തൊക്കെ വരുന്ന. നിങ്ങൾക്ക് A വെച്ചിട്ട്
ഫോർ എന്തൊക്കെ നിങ്ങൾക്ക് അറിയും? ബി വെച്ചിട്ട് ബാൾ അറിയും, ബട്ടർഫ്ലൈ അറിയും, ബാറ്റ് അറിയും. എന്നാ ബാക്കി ടീച്ചർ പറഞ്ഞുതരാം. ബി വെച്ചിട്ട് ബെഡ് വരുന്നുണ്ട്, ബാൾ വരുന്നുണ്ട്, ബാറ്റ് വരുന്നുണ്ട്, ബട്ടർഫ്ലൈ വരുന്നുണ്ട്, പി വരുന്നുണ്ട്, ബേർഡ് വരുന്നുണ്ട്, ബനാനാസ് വരുന്നുണ്ട്, ബലൂൺസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് സി വെച്ചിട്ട് എന്തൊക്കെ വരുന്നുണ്ട് നോക്കാം കേട്ടോ. സി വെച്ചിട്ട് എന്തൊക്കെ അറിയും നിങ്ങൾക്ക്? കേക്ക് അറിയും, ക്യാരറ്റ് അറിയും, കൗ അറിയും. ഓക്കെ, ഇനി ടീച്ചർ പറഞ്ഞുതരാം. സി വെച്ചിട്ട് കാറ്റ് വരുന്നുണ്ട്, കേക്ക് വരുന്നുണ്ട്, ക്യാരറ്റ് വരുന്നുണ്ട്, കാർ വരുന്നുണ്ട്, ക്യാമൽ വരുന്നുണ്ട്, കൗ വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഡി വെച്ചിട്ട് എന്തൊക്കെ വരുന്നുണ്ട് നോക്കാം. ഡി ഫോർ ഡോൾ വരുന്നുണ്ട്, ഡക്ക് വരുന്നുണ്ട്, ഡോഗ് വരുന്നുണ്ട്, ഡയമണ്ട് വരുന്നുണ്ട്, ഡോർ വരുന്നുണ്ട്, ഡൈസ് വരുന്നുണ്ട്, ഡോൾഫിൻ വരുന്നുണ്ട്, ഡ്രം വരുന്നുണ്ട്, ഡ്രസ് വരുന്നുണ്ട്. ഇനി നമുക്ക് എ വെച്ചിട്ട് എന്തൊക്കെയാ നോക്കിയാലോ. എ വെച്ചിട്ട് ഇയർ വരുന്നുണ്ട്, ഈറ്റ് വരുന്നുണ്ട്, ഈഗിൾ വരുന്നുണ്ട്, ഈല് വരുന്നുണ്ട്. ഓക്കെ ടീച്ചർ, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? യെസ് ടീച്ചർ. ടീച്ചർ ചെയ്യേണ്ട ഒന്നും കൂടി പറഞ്ഞു തന്നിട്ട് എന്നാലും നല്ല മനസ്സിലാവാം. ഓക്കെ ടീച്ചർ. ഇനി നമുക്ക് എഫ് വെച്ചിട്ട് എന്തൊക്കെയാ നോക്കാം. എഫ് വെച്ചിട്ട് ഫയർ വരുന്നുണ്ട്, ഫ്ലാഗ് വരുന്നുണ്ട്, ഫിഷ് വരുന്നുണ്ട്, ഫ്രോഗ് വരുന്നുണ്ട്. ഇത് ഏത് ഫ്ലാഗ് ആണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇന്ത്യ. ഗുഡ് ബോയ്. ഇനി നമുക്ക് ജി വെച്ചിട്ട് എന്തൊക്കെ വരുന്ന നോക്കാം. ജി വെച്ചിട്ട് ഗിഫ്റ്റ് വരുന്നുണ്ട്, ഗേൾ വരുന്നുണ്ട്, ഗോറില്ല വരുന്നുണ്ട്, ജിഞ്ചർ വരുന്നുണ്ട്. ഇനി അടുത്തത് ഏത് ലെറ്ററാ? എച്ച്. ഓക്കെ, ഇനി എച്ച് വെച്ചിട്ട് ഏതൊക്കെ വരുന്ന നോക്കാം. എച്ച് വെച്ചിട്ട് ഹെന്ന് വരുന്നുണ്ട്, ഹോസ് വരുന്നുണ്ട്, ഹൗസ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഐ ഫോർ എന്തൊക്കെയാ നോക്കാം. ഐ ഫോർ ഇങ്ക് ബോട്ട് വരുന്നുണ്ട്, ഇഗ്ലോ വരുന്നുണ്ട്, ഐസ്ക്രീം വരുന്നുണ്ട്, അയൺ വരുന്നുണ്ട്. ഇനി നമുക്ക് ജെ ഫോർ എന്തൊക്കെ വരുന്നുണ്ട് നോക്കാം. ജെ ഫോർ ജഗ് വരുന്നുണ്ട്, ജാം വരുന്നുണ്ട്, ജീപ്പ് വരുന്നുണ്ട്. അടുത്തത് ഏത് ലെറ്റർ ആയിരുന്നു? കെ. ഓക്കെ, കെ ഫോർ എന്തൊക്കെയാ നോക്കാം. കെ ഫോർ കിവി വരുന്നുണ്ട്, കങ്കാരു വരുന്നുണ്ട്, കെയ്റ്റ് വരുന്നുണ്ട്, കിങ് വരുന്നുണ്ട്. ഇനി നമുക്ക് എൽ ഫോർ എന്തൊക്കെ വരുന്നുണ്ട് നോക്കാം. എൽ ഫോർ ലാൻ വരുന്നുണ്ട്, ലോട്ടസ് വരുന്നുണ്ട്, ലാമ്പ് വരുന്നുണ്ട്, ലെമൺ വരുന്നുണ്ട്. ഇനി നമുക്ക് എം ഫോർ എന്തൊക്കെ വരുന്നുണ്ട് നോക്കാം. എം ഫോർ വരുന്നത് മാംഗോ, മങ്കി, മൗസ്, മക്ക്. അടുത്ത ലെറ്റർ ഏതാ? എൻ. ഓക്കെ, ഗുഡ് ബോയ്. എൻ ഫോർ എന്തൊക്കെ വരുന്നുണ്ട് നോക്കാം. എൻ ഫോർ നെസ്റ്റ് വരുന്നുണ്ട്, നോസ് വരുന്നുണ്ട്, നട്ട് വരുന്നുണ്ട്, നോട്ട്ബുക്ക് വരുന്നുണ്ട്. ഓ ഫോർ ഓറഞ്ച് വരുന്നുണ്ട്, ഔൾ വരുന്നുണ്ട്, ഒക്ടോബസ് വരുന്നുണ്ട്. പി ഫോർ എന്തൊക്കെ വരുന്നുണ്ട്. പ്ലാനറ്റ് വരുന്നുണ്ട്, പീജിയൻ വരുന്നുണ്ട്, പൈനാപ്പിൾ വരുന്നുണ്ട്, പിഗ് വരുന്നുണ്ട്. ക്യൂ ഫോർ എന്തൊക്കെ വരുന്നുണ്ട്. ക്യൂ ഫോർ ക്യൂനി വരുന്നുണ്ട്, ക്യുറ്റ് വരുന്നുണ്ട്, ക്യുള്ളി വരുന്നുണ്ട്, ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നുണ്ട്. നെക്സ്റ്റ് ലെറ്റർ ഏതാ? ആർ. ഓക്കെ, ഗുഡ്. ആർ ഫോർ എന്തൊക്കെ വരുന്നുണ്ട്. റോസ് വരുന്നുണ്ട്, റാബിറ്റ് വരുന്നുണ്ട്, റാറ്റ് വരുന്നുണ്ട്, റോക്കറ്റ് വരുന്നുണ്ട്. എസ് ഫോർ എന്തൊക്കെ വരുന്നുണ്ട്. ഷിപ്പ് വരുന്നുണ്ട്, സൺ വരുന്നുണ്ട്, ഷീപ്പ് വരുന്നുണ്ട്, സാറ്റൺ വരുന്നുണ്ട്. ടി ഫോർ എന്തൊക്കെ വരുന്നുണ്ട്. ടി ഫോർ ടൈഗർ വരുന്നുണ്ട്, ടൊമാറ്റോ വരുന്നുണ്ട്, ടെലഫോൺ വരുന്നുണ്ട്. യു ഫോർ എന്തൊക്കെ വരുന്നുണ്ട്. അംബർല വരുന്നുണ്ട്, യൂട്ടാൻസിൽ വരുന്നുണ്ട്, യൂട്ടാൻ വരുന്നുണ്ട്, യൂഫോ വരുന്നുണ്ട്. വി ഫോർ എന്തൊക്കെ വരുന്നുണ്ട്. വേസ് വരുന്നുണ്ട്, വൾച്ചർ വരുന്നുണ്ട്, വാൻ വരുന്നുണ്ട്, വൈൻ വരുന്നുണ്ട്. ഡബ്ല്യു വെച്ചിട്ട് എന്തൊക്കെ വരുന്നുണ്ട്. വാട്ടർമെലൺ വരുന്നുണ്ട്, വാൻഡ് വരുന്നുണ്ട്, വെയിൽ വരുന്നുണ്ട്, വിൻഡോ വരുന്നുണ്ട്. നെക്സ്റ്റ് ലെറ്റർ ഏതാ? എക്സ്. ഓക്കെ, ഗുഡ് ബോയ്. എക്സ് ഫോർ വരുന്നത് സൈലോഫോൺ വരുന്നുണ്ട്, ക്രിസ്മസ് വരുന്നുണ്ട്, എക്സ്റേ വരുന്നുണ്ട്. വൈ ഫോർ എന്തൊക്കെ വരുന്നുണ്ട്. യോയോ വരുന്നുണ്ട്, യാച്ചോട്ട് വരുന്നുണ്ട്, യാൺ വരുന്നുണ്ട്, യോഗട്ട് വരുന്നുണ്ട്. ഇനിയുള്ള ലെറ്റർ ഏതാ? സെഡ്. കഴിഞ്ഞില്ല ടീച്ചറെ? ആ സെഡും കൂടി മക്കളെ എന്നാ കഴിഞ്ഞു. സെഡ് ഫോർ എന്തൊക്കെ വരുന്നുണ്ട്. സിഗ്സാഗ് വരുന്നുണ്ട്, സീറോ വരുന്നുണ്ട്, സിബർ വരുന്നുണ്ട്, സുഞ്ചിനി വരുന്നുണ്ട്. അപ്പോൾ മക്കളെ ടീച്ചർ എല്ലാ ലെറ്ററും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റത്തെ അധികം നമുക്ക് അറിയാത്തതാണ്, നമുക്ക് പഠിക്കാനില്ലാത്തതാണ്. പിന്നെ ടീച്ചർ പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, ഇനി പഠിക്കാനുള്ളത് അടുത്ത ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ. അതിന് ടീച്ചറെ കുറേ അറിയാത്തതാണ്. ഇതൊന്നും കണ്ട് മക്കൾ പേടിക്കാൻ നിൽക്കണം കേട്ടോ. ഇതൊന്നും നമുക്ക് പഠിക്കാനില്ല. പിന്നെ ഫസ്റ്റത്തെ എ ഫോർ, ബി ഫോർ, സി ഫോർ അങ്ങനത്തെ കുറച്ച് ഇതോട് പഠിക്കാനേ. അല്ലാതെ ഈ ലാസ്റ്റിൽ വരുന്ന എക്സ് വൈ സെറ്റ് അങ്ങനത്തെ ഒന്നും ഇല്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും പഠിക്കാനില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ചൊക്കെ പഠിച്ചോളുണ്ടോ. ഇതിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതൊക്കെ പഠിച്ചോളുണ്ടോ. ബാക്കിയൊക്കെ ടീച്ചർ നാളെ ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ ടീച്ചർ. അപ്പോൾ ടീച്ചറെ നമ്മൾ വീട്ടിൽ പോവല്ലേ? വീട്ടിൽ പോവേനെ. ബെല്ലടിക്കണ്ടേ? ഒരു 10 മിനിറ്റും കൂടി ഉണ്ട്. അപ്പോൾ ടീച്ചർ ഇപ്പോൾ വരാം കേട്ടോ. ഇന്ന് ടീച്ചറെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു, സെക്കൻഡ് ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ടീച്ചർ എടുത്തിട്ട് വരാം. അത് കഴിഞ്ഞാൽ ബെല്ലടിച്ചാൽ വീട്ടിൽ പോയിക്കോളൂ കേട്ടോ. ഓക്കെ ടീച്ചർ. ടീച്ചർ ചോക്ലേറ്റ് കൊണ്ടുവരാനിട്ട് എപ്പോൾ പോയത്? എന്താ ടീച്ചർ കാണാത്തെ? ടീച്ചർ ഇപ്പോൾ വരും. അബുവാ എന്നാ മക്കളെ ജിലേബി എല്ലാവരും കഴിച്ചോളി. എന്തിനാ അപ്പുക്കുട്ടാ നീ കരയണേ?